സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണികളെ ആകർഷിക്കുന്ന ഒരിനമാണ് നാടോടി നൃത്തം. ഒരുപക്ഷെ ക്ലാസിക്കൽ ഇനങ്ങളിൽ പലപ്പോഴും മുദ്രകളൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പാടുണ്ട്, പാട്ട് മനസ്സിലാവാൻ പാടുണ്ട്. പക്ഷേ നാടോടി നൃത്തം അങ്ങനെയല്ല. പാട്ട് കേൾക്കുന്ന ഏതൊരാൾക്കും എന്താണ് കഥയെന്ന് മനസ്സിലാകും. അത്തരത്തിൽ നാടോടി നൃത്തത്തിൽ ആ മത്സരത്തിന് ശേഷം ഇപ്പം എന്നോടൊപ്പം ഒരു മിടുക്കി ചേരുന്നുണ്ട്. മോളുടെ പേരെന്താ? പാർവതി സജി. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? ഈ സ്കൂളാണ്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സിൽവർ ഹിൽസ് വളരെ പ്രശസ്തമാണ്, പ്രത്യേകിച്ച് ഇതുപോലെ കലാ രംഗത്തൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് എപ്പോഴും ഈ നൃത്ത ഇനങ്ങളിലൊക്കെ കോഴിക്കോട് നിന്ന് കൂടുതൽ കുട്ടികൾ വരാറുള്ളത്, അല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ എപ്പോഴും സ്റ്റേറ്റിൽ വരുന്ന കുട്ടികളാണ്. എപ്പോഴും നല്ല അങ്ങനെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് സ്കൂളിൻ്റെ ഭാഗം നല്ല സപ്പോർട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, പ്രിൻസിപ്പളിൻ്റെ സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മേൻ്റെയും സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടം വരെ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th. അപ്പോൾ ഇത് ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വരുന്നത്? അല്ല, ഞാൻ 8th വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 4 ഇനങ്ങളിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഫോക്ക് ഡാൻസ്, ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര. ഈ വർഷം എന്തൊക്കെ മത്സരങ്ങളുണ്ട്? ഞാൻ ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര. അപ്പോൾ നമുക്ക് ഈ മോളിപ്പോൾ അവതരിപ്പിച്ച ഫോക്ക് ഡാൻസിന്റെ ഒരു ഭാഗം നമ്മുടെ 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാമല്ലോ, അല്ലേ? അപ്പോൾ തുടങ്ങാം. സംഗീതം ചേർന്നൊഴുകുവാറിന്റെ തീരത്തു കുടിൽ കെട്ടി വാഴുന്നോരെ ചോപ്പടി ഗ്രാമത്തിൻ പറയിപ്പെണ്ണ് ചാത്തൂന്റെ പുരയിലെ പെണ്ണ് ചട്ടമ്പി ചാത്തൂന്റെ പെണ്ണൊരുത്തി ചട്ടമ്പിയാണേലും ചന്തമൊന്നുമില്ലേലും ചാത്തൂന് ചങ്കാണി പറയിപ്പെണ്ണ് ചോപ്പടി ഗ്രാമത്തിൻ പേരു കേട്ടാൽ അറപ്പാണി മേലാളർക്ക് ഗ്രാമത്തിൻ ശാപമാണി ആചാരം ചോപ്പടി എന്ന ദുരാചാരം. പെർഫോമൻസ് ആയിരുന്നു. മോളിപ്പം ഡാൻസിന് പുറമെ എനിക്കൊന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. ഗായത്രി സുരേഷിൻ്റെ കുട്ടിക്കാലം. പിന്നെ മറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനൊരു പുതിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അമ്മ. അതിന് എനിക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ശാരദ അവാർഡ്. അപ്പോൾ അതാണ്, അങ്ങനെ സമസ്ത മേഖലകളിലും മികവ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മികവ് തെളിയിച്ചിട്ടുമുണ്ട്. എന്തായാലും മോൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് 24 ടീം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.